ഹായ് മക്കൾസ്, ഓണം എക്സാമിന് വേണ്ടിയുള്ള തകൃതിയായ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ 2.5 ചാപ്റ്ററാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 2 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ചാപ്റ്ററുകളും, രണ്ടാമത്തെ ചാപ്റ്റർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തിയറിയൊക്കെ പഠിക്കാനുള്ള ചാപ്റ്ററാണ്, കുറച്ച് വലിയ ചാപ്റ്ററാണ്. അത് രണ്ടും പക്ക സെറ്റായിട്ടാണ് പഠിക്കണം. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗമേ പഠിക്കാനുള്ളൂ. സോ 2 ചാപ്റ്റർ സെറ്റായിട്ട് പഠിച്ചു എന്ന് തന്നെ ഉറപ്പ് വരുത്തുക. ഈ 2 ചാപ്റ്റർ അല്ലെങ്കിൽ 2.5 ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ടത്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മാത്രം ജസ്റ്റ് പഠിക്കൽ നിങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാൻ പോവാണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. പേര് പോലെ തന്നെ നോമൻക്ലേച്ചർ ആൻഡ് ഐസോമറിസം എന്ന പേര് പോലെ തന്നെ പേരിടലാണ് നീന്ന് ചോദിക്കുക. ഈ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ പേരിടലാണ് ആദ്യത്തെ ഭാഗത്തുനിന്ന് ചോദിക്കുക. പേരിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് തരും. അതിൽ ഒരു ബ്രാഞ്ചുള്ള എൻ്റെ പേരെങ്ങനെയാണ് ചെയ്യുക, 2 ബ്രാഞ്ചുള്ള എൻ്റെ പേരെങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ അറിയോ, ഇങ്ങനെ കുറച്ച് ടേബിളുകൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, PYQയിൽ കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൻ്റെയൊക്കെ ആൻസർ എങ്ങനെ എഴുതുന്നു എഴുതി പഠിക്കുക. സോ ആദ്യത്തെ ടിപ്പ്, ഈ ആൻസറുകൾ എഴുതി എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അതായത് ജസ്റ്റ് പേര്, ഈ ടേബിളൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ടേബിളിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ എഴുതുക. അപ്പോൾ പേരെഴുതുന്നത് പൊസിഷൻ എന്തൊക്കെ കൊടുത്തിട്ടാണെന്ന് അറിയാൻ പറ്റും. സോ പേരെഴുതി പഠിക്കുക. ഒരു ബ്രാഞ്ചുള്ള എൻ്റെ പേരെഴുതി പഠിക്കാൻ പറ്റൂലേ നോക്കുക. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എഴുതാമെന്നുള്ളത് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ പേരും എക്സാമ്പിൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ലൈവിൽ കയറി നോക്കിയാൽ മതി. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ഇനി ഒന്നിലധികം ബ്രാഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഒന്നിലധികം ബ്രാഞ്ച് ആണെങ്കിൽ എങ്ങനെയാണ് പേരിടുക എന്നുള്ളതാണ്. കുറേ കോമ്പൗണ്ടുകൾ ഇവിടെ തന്നിട്ടുണ്ടാവും. ഈ കോമ്പൗണ്ടുകളുടെയൊക്കെ പേര് എങ്ങനെ ഇടലുന്നത്. സോ ഒരു ബ്രാഞ്ചുള്ള എൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഈ കോമ്പൗണ്ട്, മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ. മൂന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ പേരിടാൻ നോക്കിക്കേ. ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെത്തണം. നേരെ പോയാൽ 1 2 3 4 5 ആണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇങ്ങനെ പോയാൽ 1 2 3 4 5 6. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെത്തുന്നതിൽ തെറ്റാൻ പാടില്ല. ദെൻ ആ ലോങ്ങസ്റ്റ് ചെയിനിൽ പെടാത്ത ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. സോ എണ്ണുമ്പോൾ ഇവിടുന്ന് എണ്ണുന്നു 1 2 3. അപ്പോൾ മൂന്നാമത്തെ കാർബൺ മേലാണ് ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കാർബൺ മേൽ മീഥൈൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആയതുകൊണ്ട് പേരിടുന്നത്, അതിൻ്റെ പേര് ഇവിടെ പറയുകയാണെ 3-മീഥൈൽ. 3-മീഥൈൽ മൂന്നാമത്തെ ബ്രാഞ്ചിലാണ്, കാർബണിലാണ് ബ്രാഞ്ച്. ദെൻ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ആയതുകൊണ്ട് 3-മീഥൈൽ ഹെക്സൈൻ. ഇങ്ങനെയാണ് ഒരു ബ്രാഞ്ചുള്ളവർക്ക് പേര് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സാറ് പറഞ്ഞത്. ഒന്നിലധികം ബ്രാഞ്ച് വരുമ്പോൾ ഒന്നിലധികം ബ്രാഞ്ച് വന്നതിൻ്റെ പേരുകൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എഴുതി പഠിച്ചു നോക്കുക. എങ്ങനെയാണ് എക്സാമ്പിൾ എഴുതുക എന്നുള്ളത്. അതിന് 3 ബ്രാഞ്ച് എങ്ങാനുണ്ട്. എങ്ങനെയാണ് ഇവരുടെ പേര് എഴുതുക എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. സോ പേര് തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ കോമ്പൗണ്ട് എഴുതുക എന്നുള്ള ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരാമെന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ടെക്സ്റ്റിൽ തന്നെ ഇതേപോലെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഒരു പേര് എഴുതി കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് എക്സാമ്പിൾ ഞാൻ തന്നു. ഇതിൻ്റെ ഒരു പേര് എങ്ങനെ എഴുതില്ല നോക്കാം. നോക്കിയേ, ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ന് പറയുന്നത് ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെത്തും. ഇങ്ങനെ പോയാൽ 4, ഇങ്ങനെ പോയാൽ 4, പക്ഷേ ഇങ്ങനെ പോയാൽ 1 2 3 4 5, ഇങ്ങനെ പോയാൽ 5. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ അങ്ങനെ പോയാൽ മൊത്തം പോകും. ഇങ്ങനെ പോയാൽ 5, മൊത്തത്തിൽ ഇങ്ങനെ പോയാൽ 5 എണ്ണമാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അങ്ങനെ 5 എണ്ണാണെങ്കിൽ ഇത് രണ്ടുമാണ് ബ്രാഞ്ച്. രണ്ടും ഒരേ കാർബൺ മേലാണ് ബ്രാഞ്ച്. നമ്പറിങ് എവിടുന്ന് വേണമെങ്കിലും കൊടുക്കാം. 1 2 3. മൂന്നാമത്തെ കാർബൺ മേൽ 2 ബ്രാഞ്ച്. 3-ൽ തന്നെ 2 ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മൾ എഴുതും എങ്ങനെ? 3,3 ഡൈമീഥൈൽ എന്ന് എഴുതും. 2 മീഥൈലാണ്. 3,3 ഡൈമീഥൈൽ. മൂന്നാമത്തെ 2 ബ്രാഞ്ച്. 3 ഡൈമീഥൈൽ. 5 എണ്ണല്ലേ ടോട്ടൽ? പെൻറ്റെയിൻ. 3 ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്നാണ് ഇതിൻ്റെ പേര്. 3 1 2 3 4 5 പെൻറ്റെയിൻ ആണ്. സോ ഇങ്ങനെയാണ് ഒന്നിലധികം ബ്രാഞ്ച് വരുമ്പോഴുള്ള പേര് കൊടുക്കേണ്ടത്. ഇനി പേര് തന്നാൽ എങ്ങനെ സ്ട്രക്ചർ എഴുതും? ഞാൻ ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. 2,2,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ. പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ എഴുതും. 1 2 3 4 5. ദെൻ 2,2,3 രണ്ടാമത്തെ കാർബൺ മേൽ 2 ബ്രാഞ്ച്. അതാണ് 2 2 എന്ന് എഴുതിയത്. 2,2. ദെൻ 3 മൂന്നാമത്തെ കാർബൺ മേൽ 1 ബ്രാഞ്ച്. സോ ദെൻ നമ്മൾ എല്ലാം മീഥൈലാണ്. എല്ലാം മീഥൈലാണ്. അപ്പോൾ ഇത് CH3 ആണ്. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3. ഇത് മീഥൈൽ CH3 ആണ്. ഇത് CH3 ആണ്. ദെൻ CH3. ദെൻ ഇവിടെ കാർബൺ ഇല്ല. ഇവിടെ CH, ഇവിടെ CH2, ഇവിടെ CH3. ഇങ്ങനെയാണ് ബ്രാഞ്ച് വരുന്നതിൻ്റെ പേര് എഴുതുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാണ്. ഇനിയെല്ലാം നിങ്ങൾ എഴുതി പഠിക്കണേ. ബാക്കി ലൈവിൽ നോക്കണേ. ദെൻ അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ പേര് എഴുതുക എങ്ങനെയാണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാലുള്ള പേരുകൾ എഴുതുക എങ്ങനെയാണെന്ന് പഠിക്കണം. ഇതാ ടേബിൾ ഉണ്ട്. ഇതിൻ്റെ പേരുകൾ എങ്ങനെ എഴുതിയെന്ന് പഠിക്കണം. എങ്ങനെ എഴുതിയെന്ന് അറിയാത്തതുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് പോയി നോക്കുക. വേഗം കാണുക, ആ ലൈവിലുണ്ട്. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നാലുള്ള പേരുകൾ എങ്ങനെ എഴുതുക? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ് പേര് എഴുതാമെന്ന് പഠിക്കണം.
ദ OH ഗ്രൂപ്പ് വരുന്നതിൻ്റെ 2-3 എക്സാമ്പിൾ ഉണ്ട്, അത് പേര് എഴുതി കാണിക്കണം. കാർബോക്സിൽ ഗ്രൂപ്പ് പറഞ്ഞാൽ COOH ഗ്രൂപ്പ്, അത് വന്നാൽ എങ്ങനെയാണ് പേര് എഴുതാമെന്ന് പഠിക്കണം. COH വന്നാലുള്ള എൻ്റെ എക്സാമ്പിൾ ഉണ്ട്, ഇതൊക്കെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. എഴുതി പഠിക്കൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പണി. ആൾഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ് പേര് എഴുതുക? CHO, ആൾഡിഹൈഡ് ആണ് CHO വന്നാൽ എങ്ങനെയാണ് പേര് എഴുതുക? കീറ്റോ ഗ്രൂപ്പ് പറഞ്ഞാൽ CO ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ് പേര് എഴുതുക? CO ഗ്രൂപ്പിനെ കണ്ടോ? CO ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ് പേര് എഴുതുക? ഹാലോ ഗ്രൂപ്പ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ആഡിൻ, ഹാലോ, ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, ഇവർ വന്നാൽ എങ്ങനെയാണ് പേര് എഴുതുക? അതും ഇവിടെ ഉണ്ട്. ദെൻ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ROR, CH3OCH3 ഇങ്ങനെ ഗ്രൂപ്പ് വന്നാൽ ചെറുതോക്സി, വലുതൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീതോക്സി, മീതൈൻ, ഈതോക്സി, പ്രൊപ്പൈൻ, ഇതെങ്ങനെയാണ് പേര് എഴുതുക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള പിന്നെ ഇങ്ങനത്തെ ടേബിളൊക്കെ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്ത ടേബിളൊക്കെ ഒന്ന് നോക്കി വെച്ചോണ്ട് അതൊന്നൊക്കെ ചോദ്യം വരാം. OHൻ്റെ പേരെന്താണ്, COHൻ്റെ പേരെന്താണ്, CHOൻ്റെ പേരെന്താണ്, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രാഞ്ച് വന്നാൽ, ഒന്നിലധികം ബ്രാഞ്ച് വന്നാൽ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ, OH വന്നാൽ, COH വന്നാൽ, CHO വന്നാൽ, CO വന്നാൽ, O വന്നാൽ ഒക്കെ എന്താണ് പേര് എഴുതേണ്ടതെന്ന് പഠിക്കുക. ദെൻ മക്കളെ അരോമാറ്റിക് സംയുക്തങ്ങൾ, അതായത് ബെൻസീൻ റിംഗ് പോലെ വന്നുള്ള കോമ്പൗണ്ടുകളുടെ പേര്, ഇതിൻ്റെ പേര് ഫീനോൾ ആണെന്നും ഇതിൻ്റെ പേര് ബെൻസോയിക് ആസിഡ് ആണെന്നും നോട്ട് ചെയ്ത് വെച്ച് പോവുക. ദെൻ നമ്മളുടെ ഐസോമറിസം. എന്താണ് ഐസോമറിസം? ഒരേ ഫോമിലായിരിക്കും പക്ഷേ വ്യത്യസ്ത സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെ വരുന്ന 4 ടൈപ്പ് ഐസോമറിസമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചെയിൻ ഐസോമറിസം ഡെഫിനിഷൻ പഠിച്ച് എക്സാമ്പിൾ പഠിച്ചില്ലേന്ന് ഉറപ്പിക്കുക. ചെയിൻ ഐസോമറിസം. ദെൻ പൊസിഷൻ ഐസോമറിസം. എന്താണ് പൊസിഷൻ? ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇരിക്കുന്ന പൊസിഷൻ മാറുക. അപ്പോൾ പൊസിഷൻ ഐസോമറിസം എന്താണെന്ന് ഡെഫിനിഷൻ പഠിച്ചില്ലേന്ന് ഉറപ്പിക്കുക, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചില്ലേന്ന് ഉറപ്പിക്കുക. പെൻഡൻ 2 ഓണിൻ്റെ പൊസിഷൻ ഐസോമർ നിങ്ങൾക്ക് പെൻഡൻ 3 ഓൺ എഴുതാം. അങ്ങനെ പൊസിഷൻ മാറ്റിയിട്ട് എഴുതുക. ദെൻ ഫങ്ഷണൽ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുക. ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിന് വരെ മറ്റൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാലും കിട്ടുന്ന ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം ഡെഫിനിഷൻ പഠിച്ചില്ലേന്ന് ഉറപ്പിക്കുക. എക്സാമ്പിൾസ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. മെറ്റാമറിസം, ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന കാർബണുകളുടെ ചെയിനുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം, മെറ്റാമറിസം. ഇതൊക്കെ നമ്മൾ ഓരോ എക്സാമ്പിൾ എടുത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ളതാണ്. അപ്പോൾ റഫ് പേപ്പർ അങ്ങ് എടുത്തിട്ട് നെയിമുകൾ ഇങ്ങനെ കുറേ കോമ്പൗണ്ട് എഴുതി നോക്കുക, പേര് എഴുതി നോക്കുക, ചെയിൻ ഐസോമറിസത്തിൻ്റെ എക്സാമ്പിൾസ് എഴുതി നോക്കുക, സെറ്റായിട്ട് എഴുതി നോക്കുക. ഒരു ഐഡിയയും ഇല്ലാത്തവർ നിർബന്ധമായിട്ടും അതിൻ്റെ ലൈവ് പോയി കണ്ടാൽ സെറ്റായിക്കോളും. ദെൻ സെക്കൻഡ് ചാപ്റ്റർ കുറച്ചുകൂടെ വലിയ ചാപ്റ്ററാണ്. ആ സെക്കൻഡ് ചാപ്റ്ററിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. കുറേ റിയാക്ഷൻസ്, ഒരു 4-5 ടൈപ്പ് റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലത്തെ 5 ടൈപ്പ് റിയാക്ഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ റിയാക്ഷൻ, താപീയ വിഘടനം അഥവാ തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ് അഥവാ ജ്വലനം. നോക്കടാ, ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോന്നും എന്താണ് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, എന്താണ് അഡീഷൻ റിയാക്ഷൻ, എന്താണ് പോളിമറൈസേഷൻ, ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് തിയറി പഠിക്കാനുണ്ട്. എന്താണ് തെർമൽ ക്രാക്കിംഗ്, എന്താണ് കമ്പഷൻ, എന്താണ് അത് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാലൊന്ന് പഠിച്ചേക്കുക. അത് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓരോന്നിനും എക്സാമ്പിൾ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് മറ്റേ ക്ലോറിൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ അതൊന്ന് എഴുതി പഠിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ എഴുതി പഠിക്കുക. അഡീഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ, ഡബിൾ ബോണ്ടിലേക്കോ ട്രിപ്പിൾ ബോണ്ടിലേക്കോ ഒരാളെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ അഡീഷൻ. അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടിലേക്കാണ് വരിക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അതെന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. അതാണ് അഡീഷൻ റിയാക്ഷൻ. സോ അഡീഷൻ റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചതിന് ശേഷം എക്സാമ്പിൾ എഴുതി പഠിക്കുക. മറക്കല്ലേ, എന്താണെന്ന് പഠിച്ചതിന് ശേഷം എക്സാമ്പിൾ പഠിക്കുക. പോളിമറൈസേഷൻ റിയാക്ഷൻ, ചെറിയ ചെറിയ കോമ്പൗണ്ടുകൾ കൂടി ചേർന്നിട്ട് വലിയ കോംപ്ലക്സ് ആവുന്നതാണ് പോളിമറൈസേഷൻ. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കുക, അഡീഷനും കണ്ടൻസേഷനും. ആ അഡീഷനും കണ്ടൻസേഷൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് പക്ക ക്ലിയർ ആയിട്ട് ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ തെർമൽ ക്രാക്കിംഗ്, ജസ്റ്റ് സിംപ്ലി ഒരു എക്സാമ്പിൾ പഠിക്കുക. കമ്പഷൻ്റെയും എക്സാമ്പിൾ പഠിക്കുക. ഇത്രയും ഇത് കുറച്ച് നിങ്ങൾ എഴുതി പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇത് 5ഉം അങ്ങനെ തന്നെ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ എല്ലാ ടൈപ്പ് റിയാക്ഷൻ്റെ ഡെഫിനിഷനൊക്കെ തന്നിട്ടുണ്ട്. അഡീഷൻ റിയാക്ഷൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ടേബിൾ തരും, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അഡീഷനാണ്. ആ അഡീഷനിലേക്ക് HCl വരുമ്പോൾ ബോണ്ട് പൊട്ടിയിട്ട് CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാകും. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. എന്നിട്ട് ഒരു H ഇങ്ങോട്ട് വരും. അപ്പോൾ CH2ലേക്ക് ഒരു H കൂടി വന്നാൽ CH3 ആവും. ബാക്കിയുള്ള CL അപ്പുറത്തേക്ക് പോകും. അപ്പോൾ CH2Cl ആവും. ഇങ്ങനെ എഴുതാൻ പഠിക്കുക. ഇത് അഡീഷൻ്റെ എഴുത്താണ്. സോ ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പഠിച്ചില്ലേന്ന് ഉറപ്പിക്കുക. സോ പോളിമറൈസേഷൻ്റെ എക്സാമ്പിൾ ഇതാ ഇവിടെയുണ്ട്. ദെൻ പോളിമറൈസേഷൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ശേഷം 2 ടൈപ്പ് പോളിമറൈസേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അഡീഷൻ പോളിമർ, ഈ മാലമുത്തിൽ ചെറിയ മുത്ത് ചേർത്ത് വലിയ മാലയാക്കൂല, അത് അഡീഷനാണ്. കാരണം ഒരേ സാധനം കുറേ എണ്ണം ചേർക്കുന്നതാണ് അഡീഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറുകളിൽ
നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ എക്സാമ്പിൾസ് ആണ് PVC പൈപ്പ്, പോളിത്തീൻ കവർ, പിന്നെ റബ്ബർ, ടെഫ്ലോൺ, നമ്മുടെ കുക്കിംഗ് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ എന്താ പറയുക അതിൻ്റെ കവറിങ്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കവറിങ്, ദെൻ ഓർലോൺ എന്ന് പറയുന്ന പദാർത്ഥം, ഇങ്ങനെ ഫൈബേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുമ്പോൾ മാലമുത്തുകൾ ചേർക്കുന്ന പോലെയല്ല. കണ്ടൻസേഷനിൽ വ്യത്യസ്ത ആളുകളായിരിക്കും കമ്പൈൻ ചെയ്ത്, വ്യത്യസ്ത ആളുകൾ കുറേ പ്രാവശ്യം കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കണ്ടൻസേഷൻ. ഒരേ ആളുകൾ കുറേ പ്രാവശ്യം അഡീഷൻ, വ്യത്യസ്ത ആളുകൾ കുറേ പ്രാവശ്യം വരുന്നതാണ് കണ്ടൻസേഷൻ പോളിമർ. നിർബന്ധമായിട്ടും കണ്ടൻസേഷൻ പോളിമറിലും ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കുറച്ച് നേരം കാണാപ്പാടം പഠിക്കാനുണ്ട്. കണ്ടൻസേഷൻ പോളിമറിൽ നൈലോൺ 66ൻ്റെ പോളിമർ ഏതാണ്, അതിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദ്യം ചോദിക്കും, നേരത്തേലും ചോദിക്കും. ബേക്കലൈറ്റ് അതിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കും. പോളിസ്റ്റർ, നമ്മൾ പോളിസ്റ്ററിൻ്റെ തുണി അതൊരു കണ്ടൻസേഷൻ പോളിമറാണ്, അതിൻ്റെ മോണോമേഴ്സ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ മോണോമേഴ്സ് എന്നിട്ട് പോളിമർ ചോദിക്കും, പോളിമേഴ്സ് എന്നിട്ട് മോണോമർ ചോദിക്കും. അതിൻ്റെ യൂസസും ഉണ്ട്. അപ്പം ഈ ചാപ്റ്റർ കുറച്ച് ഇരുന്ന് തന്നെ പഠിക്കാനുണ്ട് എന്നർത്ഥം. ദെൻ തെർമൽ ക്രാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ജ്വലനത്തെക്കുറിച്ച് പറഞ്ഞു. ദെൻ നിങ്ങൾക്ക് ഇങ്ങനെ ജനറലി കുറച്ച് എക്സാമ്പിൾ എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റൊക്കെ എഴുതാൻ പറയും. സോ ഈ ഡബിൾ ബോണ്ടിലേക്ക് H2 ട്രിപ്പിൾ ബോണ്ടിലേക്ക് H2 അഡീഷൻ റിയാക്ഷനാണ്, ക്ലോറിനും സൺലൈറ്റും വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇത് N ടൈംസ് ഓഫ് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പോളിമറൈസേഷനാണ്. ദെൻ CH4ലേക്ക് എന്തോ ചേർത്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജ്വലനമാണ്, കമ്പഷനാണ്. ദെൻ ഏതിലേക്കോ H2 ചേർത്തപ്പോൾ സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തത് ഡബിൾ ബോണ്ടാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി പഠിച്ച് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ, അപ്പോൾ വീണ്ടും റഫ് ബുക്ക് എടുത്തിട്ട് റഫ് പേപ്പർ എടുത്തിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഓർഗാനിക്കിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് കിടക്കുന്നത്. ദെൻ ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങൾ. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് 4 ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കാറ്. അതിലൊന്നാണ് മെഥനോൾ. മെഥനോൾ എന്താണ്, മെഥനോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, മെഥനോളിൻ്റെ വേറെ പേരാണ് വുഡ് സ്പിരിറ്റ്. മെഥനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുക, മെഥനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണെന്നും, ദെൻ ആ മെഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CO-യും H3H, അപ്പോൾ 2 H2 കൂടെ ചേർന്നാൽ CO-യും 2 H2 കൂടെ തമ്മിൽ റിയാക്ട് ചെയ്ത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നിങ്ങൾക്ക് മെഥനോൾ ഉണ്ടാക്കാമെന്നും പഠിക്കുക. ദെൻ മെഥനോളിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് പഠിക്കുക. മെഥനോളിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എഥനോളാണ്. ഫെർമെൻറ്റേഷൻ വഴി ഉണ്ടാക്കുന്ന, മുന്തിരിയൊക്കെ അരച്ച് അലക്കി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് എഥനോൾ. അപ്പോൾ എഥനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വൃത്തിക്ക് നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. എഥനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പഠിക്കുക. ദെൻ എഥനോളിൻ്റെ പ്രിപ്പറേഷനിൽ സഹായിക്കുന്ന 2 എൻസൈമുകൾ, ഇൻവെർട്ടേസും സൈമേസും. ആ എൻസൈമുകളുടെ പ്രത്യേകത എന്താണ്, എൻസൈമുകൾ എങ്ങനെയാണ് റിയാക്ഷനിൽ സഹായിക്കുന്നതെന്ന് പഠിക്കുക. ദെൻ എഥനോളിൻ്റെ കൂടെ വരുന്ന കുറേ 4-5 പ്രോഡക്റ്റ് ഉണ്ട്. വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ്, പവർ ആൽക്കഹോൾ എന്താണ്, വാഷ് എന്താണ്, ഇതൊക്കെ പഠിക്കുക. എഥനോൾ ഇപ്പം കത്തി നിൽക്കുന്ന വിഷയം നമ്മളെ പെട്രോൾ E20 പെട്രോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പം ഭയങ്കരമായിട്ട് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണത്. സോ ആ എഥനോളാണിത് പെട്രോൾ ചേർക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അബ്സല്യൂട്ട് ആൽക്കഹോൾ, റെക്ടിഫൈഡ് സ്പിരിറ്റ്, പവർ ആൽക്കഹോൾ, ഈ ടേമൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചോ. ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കും. ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്താണ്, മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്താണ്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ കുറച്ച് അധികം പഠിക്കാനുണ്ടെന്ന്. സോ ദെൻ എഥനോളിൻ്റെ യൂസസ്, അത് പിന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എഥനോളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പെട്രോളിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് എഴുതുന്ന സാധനങ്ങളുണ്ടല്ലോ. ദെൻ കാർബോക്സിലിക് ആസിഡ്. ദെൻ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? കാർബോക്സിലിക് ആസിഡ് കാർബോക്സിലിക് ആസിഡാണ് എഥനോയിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്നാൽ ജനറലി എഥനോയിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരറിയോ, CH3COOH. അപ്പോൾ എഥനോയിക് ആസിഡിൻ്റെ പ്രിപ്പറേഷന് സഹായിക്കുന്നത് വെരി സിംപിളി പറയുകയാണെങ്കിൽ CH3OH എന്ന മെഥനോളാണ്. അപ്പോൾ എഥനോയിക് ആസിഡിൻ്റെ പ്രിപ്പറേഷന് സഹായിക്കുന്നത് CH3OH എന്ന് പറയുന്ന മെഥനോളും പിന്നെ CO-യും കാർബൺ മോണോക്സൈഡും. അപ്പം മെഥനോളും കാർബൺ മോണോക്സൈഡും ചേർത്താൽ എഥനോയിക് ആസിഡ് കിട്ടും എന്നുള്ള സിമ്പിൾ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ അതും കിട്ടും. സോ എഥനോയിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതും പഠിക്കാം. അപ്പോൾ മെഥനോളിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ യൂസസ്, അതിൻ്റെ കാര്യങ്ങൾ. എഥനോളിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ യൂസസ്, അതിൻ്റെ പ്രധാനപ്പെട്ട വാഷ്, പവർ ആൽക്കഹോൾ, അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ എഥനോൾ കഴിഞ്ഞു. എഥനോയിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കും? എഥനോയിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് വിനെഗർ. എന്താണ് വിനെഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുക. ദെൻ യൂസസ് ഓഫ് എഥനോയിക് ആസിഡ്, അത് നിങ്ങൾ പഠിച്ചെന്ന് വെച്ചാൽ എസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യം വരുന്നൊരു ടേബിളാണ് ഇത്. ടേബിൾ അങ്ങനെ തന്നെ തരുന്നല്ല, പക്ഷേ എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ആസിഡും ഒരു ആൽക്കഹോളും ചേർന്നാലാണ് എസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഐസോ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ, ഐസോ അമൈൽ എഥനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഐസോ അമൈൽ ആൽക്കഹോളും
അസറ്റിക് ആസിഡും എടുക്കണം. ഇങ്ങനെ എഥനോയിക് ആസിഡ്, ഇപ്പോൾ ബെൻസൈൽ എഥനോയേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ബെൻസൈൽ ആൽക്കഹോളും എഥനോയിക് ആസിഡും എടുക്കണം. ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. അതിൻ്റെ ഗുണം അതിൻ്റെ പിന്നെ ഈ എസ്റ്ററുകളുടെ പ്രത്യേകത അതിന് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അത് ഏതിൻ്റെ സ്മെല്ലാണ് തരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് സിമ്പിളാക്കി പഠിക്കേണ്ടത്, പിന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടത് എന്നൊക്കെ ഞാൻ അന്ന് പിന്നെ ലൈവിൽ എക്സാമ്പിൾ പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബെൻസ് നിൽക്കുമ്പോൾ ജാസ്മിൻ ബെൻസിൽ കയറി എന്നാലോചിക്കുക. അപ്പോൾ ബെൻസ് നിൽക്കുമ്പോൾ ജാസ്മിൻ ബെൻസിൽ കയറി. ഇങ്ങനെ ട്രിക്ക് വെച്ച് പഠിച്ചാൽ ഈ ടേബിൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതും മറക്കണ്ട, നമ്മളതൊക്കെ ലൈവിൽ സെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ അത് കഴിഞ്ഞ ശേഷം മരുന്നുകൾ, അനാൾജ്. ഇത് മരുന്നും എങ്ങനെയാണ് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനുള്ള ട്രിക്കുകൾ വെച്ചിട്ട് ഞാൻ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മരുന്നിൻ്റെ എക്സാമ്പിൾ, ആ മരുന്നിൻ്റെ കാറ്റഗറി, ആ മരുന്ന് എന്തിനാണ് സഹായിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം ആൻറ്റിബയോട്ടിക്. അപ്പോൾ ബയോ എന്നുള്ളതിൽ പെനിസിലിനാണ്. അപ്പോൾ ബയോളജിയിലാണ് നമ്മൾ പെൻസിലൊക്കെ ചിത്രം വെച്ച് വരയ്ക്കുക എന്നൊക്കെ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. ആൻറ്റിബയോട്ടിക്സ് പെനിസിലിനാണ്. ദെൻ മരുന്നുകളുടെ ഉപയോഗം, ഓരോ മരുന്നുകൾ, പാരസെറ്റാമോളും ആസ്പിരിനും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസ്പിരിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത രക്തം കട്ട പിടിക്കുന്നത് കുറക്കുന്നത് സഹായിക്കുന്നതാണ്. അപ്പം ഹാർട്ട് അറ്റാക്കുള്ള പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. സോ ഈ 2 ചാപ്റ്റർ കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കാണ്ടെന്ന് എനിക്കറിയാം. 2 ചാപ്റ്റർ ഒരു പ്രശ്നമില്ലാണ്ട് പഠിച്ചോളുക. 3ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് കുറച്ചേ പഠിക്കാനുള്ളൂ. അതിലാദ്യം വരുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഇല്ലേ, ഷെല്ലുകളെക്കുറിച്ചും സബ് ഷെല്ലുകളെക്കുറിച്ചും ഓർബിറ്റലുകളെക്കുറിച്ചും പറയുന്ന ക്വാണ്ടം നമ്പേഴ്സ്. ആ 4 ക്വാണ്ടം നമ്പേഴ്സ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 3 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ 3 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളൂ. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ പ്രത്യേകത? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ സിമ്പൽ N ആണ്. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഫസ്റ്റ് ഷെൽ, എൻ്റെ വാല്യൂ 2 ആണെങ്കിൽ സെക്കൻഡ് ഷെൽ. ഫസ്റ്റ് ഷെല്ലാണ് K ഷെൽ, സെക്കൻഡ് ഷെല്ലാണ് L ഷെൽ. അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. L ആണ് അതിൻ്റെ സിമ്പൽ. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം Nൻ്റെ വാല്യൂ എത്രയാണോ അത് Nൻ്റെ വാല്യൂവിൽ നിന്ന് 1 കുറച്ചതായിരിക്കും Lൻ്റെ വാല്യൂ. അഥവാ L വാല്യൂ 0 മുതൽ തുടങ്ങുകയും Nൻ്റെ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് 1 കുറഞ്ഞത് വരെ പോവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ Nൻ്റെ വാല്യൂ 3 ആണെങ്കിൽ Lൻ്റെ വാല്യൂ 0 മുതൽ തുടങ്ങിയിട്ട് 3 നിന്ന് 1 കുറച്ചത് വരും. അപ്പോൾ 0, 1, 2 ഇങ്ങനെ 3 വാല്യൂ വരും എന്നും, Lൻ്റെ വാല്യൂ 1 ആണെങ്കിൽ S എന്നും, ഇത് തെറ്റാണ്. Lൻ്റെ വാല്യൂ 0 ആണെങ്കിൽ S ആണെന്നും, ഇത് തെറ്റാണ്. Lൻ്റെ വാല്യൂ 0 ആണെങ്കിൽ S ആണെന്നും, Lൻ്റെ വാല്യൂ 1 ആണെങ്കിൽ P ആണെന്നും, Lൻ്റെ വാല്യൂ 2 ആണെങ്കിൽ D, Lൻ്റെ വാല്യൂ 3 ആണെങ്കിൽ F. ഞാനിങ്ങനെ വിരൽ വെച്ച് പഠിച്ചത് 4 വിരൽ ഉയർത്തുക, 0, 1, 2, 3 S, P, D, F ഇങ്ങനെ വിരൽ വെച്ച് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് കണ്ടെത്താൻ. M ആണ് അതിൻ്റെ സിമ്പൽ. എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് കണ്ടെത്താൻ. അതിന് നിങ്ങളുടെ L വാല്യൂ ഉണ്ടെങ്കിൽ L വാല്യൂവിൻ്റെ ഡബിൾ എടുത്തിട്ട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ടെന്ന് മനസ്സിലാവും. സോ എത്ര L വാല്യൂ എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടിയാൽ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം കിട്ടും. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മക്കളെ ഈ ചാപ്റ്റർ ഓണം എക്സാമിന് പഠിക്കൽ സെറ്റായി. ഇപ്പോഴും നിങ്ങൾ ഞാൻ വേഗം പറഞ്ഞു, ഇപ്പോൾ കുറേ പഠിക്കാനുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ പഠിക്കാൻ കൺഫ്യൂഷൻ അടിച്ചവർക്ക് ലൈവ് നമ്മുടെ യൂട്യൂബിലുണ്ട്, കാണാവുന്നതാണ്. അല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓരോ ക്വസ്റ്റ്യനും സെറ്റാക്കി ഫുൾ മാർക്ക് തന്നെ കിട്ടി ആഗ്രഹിച്ച് അങ്ങനെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഓണം എക്സാം നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ബാക്കി തുടർന്ന് വരുന്ന എക്സാമിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റോടു കൂടി, അതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ഇൻട്രസ്റ്റോടു കൂടി മനസ്സിലാക്കിയാൽ ഓരോ ടോപ്പിക്കും പഠിച്ച് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ഫുൾ A+ തന്നെ വാങ്ങാവുന്ന രൂപത്തിൽ പഠിച്ചെടുക്കാം കെമിസ്ട്രി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്കോ കുറേ ഉണ്ട്, ഇതൊക്കെ പഠിക്കണമല്ലോ എന്ന് പേടിച്ച് നിൽക്കുന്നവർ വേഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടതെന്നും ഓരോന്നും ഇങ്ങനെ എക്സാമ്പിൾ അടക്കം പഠിപ്പിച്ച് ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എനിവേ നന്നായിട്ട് പഠിക്കാം.